ഗായ്സ്, റിയൽ ആർട്ടിസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എങ്ങനെ വലിയൊരു ഒന്നുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് മൊത്തം നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ചുമ്മാ ഇവൻറ്റ് മാനേജ്മെൻറ്റിന് കുറേ കാശ് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇമ്മിണി വലിയ ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിൽ തന്നെ നീളത്തിലുള്ളൊരു പെട്ടി എടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ എന്തോ വരുത്തിച്ചതായിരുന്നു സംഭവം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ ഒരു ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. മാർക്കർ യൂസ് ചെയ്തിട്ട് റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൻ്റെ മുകളിലൂടെ ഞാൻ എന്ത് ചെയ്തു, കൃത്യമായിട്ട് അതുപോലെ തന്നെ വെട്ടിയെടുത്തു. എന്നിട്ട് വേറൊരു നീളത്തിലുള്ള പെട്ടി ഉണ്ടായിരുന്നു, കീബോർഡിൻ്റെ പെട്ടിയായിരുന്നു. അതിൻ്റെ മുകളിൽ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഇത് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഇതിങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ ഓട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ടിഷ്യൂ പേപ്പർ എടുത്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്തു. വെള്ള നിറമായിരുന്നു മൊത്തത്തിൽ. എന്നിട്ട് ഞാനിതുപോലെ ഫെവിക്കോൾ വെള്ളത്തിൽ ചാലിച്ച് അത് അടിച്ച് ചേർത്തിട്ടാണ് ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുളിവ് വരുത്തിയിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ശേഷം ഞാൻ നീല കളർ ആക്രിലിക് നല്ലപോലെ വെള്ളം കൂട്ടി ചാലിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ പേൾ കളറിൻ്റെ ഒരു ഫിനിഷും കൂടെ കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, കാർഡ് ബോർഡിൽ ATREY ആത്ര എന്ന് എഴുതിയിട്ട് അത് വെട്ടിയെടുത്തിട്ട് ഗോൾഡൻ കളർ ആക്രിലിക് കളറും കൊടുത്തു. എന്നിട്ട് അത് ഞാൻ അതിൻ്റെ താഴെയായിട്ട് ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഇത് ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയത്. ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, അത് ആ ടേബിളിൽ കേക്ക് മുറിക്കുന്ന സമയത്ത് നമ്മൾ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഞാനിത് ഇത്തിരി ആയിട്ട് ഏകദേശം ഒരു മാസം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് മനസ്സിരുത്തി ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ മതി. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേയുടെ കംപ്ലീറ്റ് ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോസ് ഇതുപോലെ പേഴ്സണൽ വ്ളോഗ്, ആർട്ട് വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനലിലോട്ട് വീണ്ടും വരിക. ബൈ ബൈ.